ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഊട്ടിയിൽ ബൊട്ടാണിക് ഗാർഡൻ വന്നിരിക്കുകയാണ്. അല്ല അഭിനോ യോ കാണിച്ചേ ബൊട്ടാണിക് ഗാർഡൻ വന്നാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ബൊട്ടാണിക് ഗാർഡൻ വന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഓർമ്മകൾ പുതുക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നതും പിന്നെ ഇപ്പോഴത്തെ ഒരു മാറ്റം ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പൊതുവെ അറിയുന്നതാണ്. ഊട്ടിയിൽ വരുന്നവർ എല്ലാവരും മിക്കവാറും കയറുന്ന ഒരു സ്ഥലമാണ് ഈ ബൊട്ടാണിക് ഗാർഡൻ. അപ്പോൾ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ അമ്നു യോ കൊടുത്തേ ഹായ്. ഞങ്ങൾ റോസ് ഗാർഡൻ പോയിരുന്നു. റോസ് ഗാർഡൻ ഇപ്പോൾ ഓപ്പണായിരുന്നു ഞങ്ങൾ കാലത്ത് തന്നെ പോയപ്പോൾ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കണ്ടപ്പോൾ റോസുകളൊക്കെ ഇത്തിരി ഉണങ്ങി കുറച്ച് ഷോക്കായിട്ടിരിക്കില്ലേ. അതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല. മുൻപ് കയറിയിരുന്നതുകൊണ്ടും പിന്നെ കാണാനും റോസുകൾ കുറവായതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല, അവിടെ സ്കിപ്പ് ചെയ്തു. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഏകദേശം ഒരു 9 മണി സമയത്താണ് വന്നത്. ഒരു 10 മണിയൊക്കെ കഴിയുന്നതോടുകൂടി നല്ല തിരക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ കവർ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബൊട്ടാണിക് ഗാർഡനിലെ ഗ്ലാസ് ഹൗസാണ്. ഇതിൻ്റെ ഉള്ളിലാണ് അത്യാവശ്യം ചെടികളൊക്കെ ഉള്ളത്. നല്ല രസമുണ്ടല്ലേ പുറമേ നിന്ന് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നല്ല പച്ച കളറിലുള്ള റൂഫൊക്കെ അടിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ സെൻറ്ററിൽ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കാണുന്നത് അല്ലാത്തതായിട്ടുള്ള മിക്ക ചെടികളും നാട്ടിലൊക്കെ കാണുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അവർ. കണ്ടോ, നല്ല ഫോട്ടോസിനൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് ഉണ്ട്. ഒരു പച്ച ഒരു റൂഫൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ്സിൽ ഷെയ്ഡ് മീൻസ് മഴ പെയ്തിട്ട് ഷെയ്ഡ് ആയിരിക്കുന്നതാണ്. പക്ഷേ ഈ ആംഗിളിലൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ല രസമുണ്ടാവും. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇതിലിടാം. ഓക്കെ, കുറേ പൂക്കളുണ്ട്, കാണിക്കാൻ എന്നാൽ കുറേ സമയം എടുക്കും. നല്ല ക്രൗഡായി വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്രൗഡായി വരുന്നുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ഇവിടെ അടിപൊളി ഒരു ഹൗസൊക്കെ ഉണ്ട്. എന്നിട്ട് ഫാൻ ഹൗസാണ്. എനിക്ക് തോന്നുന്നത് ചെടികളൊക്കെ പിടിപ്പിക്കുന്ന ഒരു സംഭവം സ്റ്റോർ ചെയ്യുന്ന ഒരു ഹൗസാണെന്ന് തോന്നുന്നു. നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഫോട്ടോഗ്രാഫിക്ക്. പക്ഷേ വെയിൽ നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല വെയിലാണ്, നല്ല രസമാണ് കേട്ടോ. ചില ആംഗിളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്, ഫോട്ടോ എടുക്കാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് വെട്ടി നിർത്തിയേക്കുന്നതാണ് ഓരോ രൂപങ്ങളായിട്ട്. അതുതന്നെയാണ് ബൊട്ടാണിക് ഗാർഡനിലെ ഒരു സൗന്ദര്യം എന്ന് പറയാനുള്ളത്. നല്ലൊരു ക്യാമറ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഫോട്ടോസിന് പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ മരമൊക്കെ ആ സൺലൈറ്റിൽ കാണാൻ എന്തൊരു ഭംഗിയാണ്. ബാക്കിൽ കാണുന്ന മരം നല്ല രസമാണ് കേട്ടോ. ആ സൺലൈറ്റൊക്കെ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ വന്നിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ ആ മരം കാണാനായിട്ട്. നല്ലൊരു അടിപൊളി ക്യാമറ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നൈസായിരിക്കും. ഇതാണ് ബൊട്ടാണിക് ഗാർഡനിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എൻട്രി ഇല്ല. ഈ പുല്ലൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി നിർത്തിയേക്കണ കാരണമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ +2 വന്ന സമയത്ത് ഇവിടെയൊക്കെ ഇരുന്ന് ജയ എന്ന് എഴുതിയിട്ടില്ലേ, അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. നമുക്ക് അങ്ങോട്ട് കുറച്ച്
പോയി അത്യാവശ്യം പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ഒന്ന് കാണാം. ഇന്ത്യയുടെ ഭൂപടമൊക്കെ അവർ ചെടികൾ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബൊട്ടാണിക് ഗാർഡൻ്റെ ഭംഗി എന്ന് പറഞ്ഞതൊക്കെയാണ്. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. പിന്നെ മുകളിലേക്കൊക്കെ ഉണ്ട്, നടന്ന് കാണാൻ ഒരു ദിവസം തന്നെ ഇല്ലാണ്ട് വരും. പിന്നെ ചെറുതായിട്ട് കലാപാക്കി തുടങ്ങി. അമ്മു എന്തിനാ നീ കലാപാക്കണ്? അമ്മ ഫ്രണ്ടിൽ പോണില്ലേ? ദേ അമ്മ. അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു സമയമായി. ബോട്ടാണിക് ഗാർഡൻ മുഴുവൻ കറങ്ങാനായിട്ട് ഈ പറഞ്ഞ പോലെ സമയമില്ല. നമുക്ക് 1-2 സ്ഥലം കൂടി കവർ ചെയ്യണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ തിരക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ബോട്ടാണിക് ഗാർഡനിൽ നിന്ന് പോവാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തുമ്പോൾ കാണാം. ഓക്കെ, വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും ഷെയറും താല്പര്യങ്ങൾ, അതായത് എന്താ പറയുക, നിങ്ങളുടെ താല്പര്യമില്ല സജഷൻസ് എന്തായാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് മൊത്തം കവർ ചെയ്യാത്തതിൻ്റെയോ എങ്ങനെ കവർ ചെയ്യണമെന്നോ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ വരാം. ഓക്കെ, കാണുന്ന എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ. ബോട്ടാണിക് ഗാർഡനിൽ നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വലിയ തിരക്കുണ്ടായില്ല. ഇപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ ക്യൂ ആണ് കേട്ടോ, നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അത് ഫുള്ള് ബോട്ടാണിക് ഗാർഡനിൽ കയറാൻ നിൽക്കുന്ന ആളുകളാണ്. നല്ല തിരക്കാണ്, കുറേ ആളുകൾ കയറി ഇപ്പോൾ അവിടെ ക്യൂ നിൽക്കുന്ന ആളുകളാണ്. ടീമുകളുടെ ഊട്ടിപ്പോക്കെ വാങ്ങിച്ച് ഊട്ടിയിൽ വന്നിട്ട് ക്യാരറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ടീമുകളിവിടെ ക്യാരറ്റ് വാങ്ങാൻ നിൽക്കണം കേട്ടോ.